ബിജെപിക്കെതിരായ വിശാല സഖ്യത്തിനായി പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം അല്പസമയത്തിനകം ബംഗളൂരുവിൽ ചേരും. 24 പാർട്ടികളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഭദ്ര ചേരുകയാണ്. ഭദ്ര, ബിജെപിക്കെതിരായ വിശാല സഖ്യത്തിനുള്ള ഒരുക്കങ്ങളാണ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം. നമുക്കറിയാം 24ഓളം പാർട്ടികളുടെ യോഗമാണ് അല്പസമയത്തിനകം ബംഗളൂരുവിൽ നടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. 6 മണിക്ക് തുടങ്ങേണ്ടതായിരുന്നു, ഇപ്പോൾ വൈകിയിട്ടുണ്ട്. എന്താണ് വിശദാംശങ്ങൾ? അനുജ, അല്പം മുമ്പാണ് നേതാക്കൾ എല്ലാവരും തന്നെ ബംഗളൂരുവിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും യോഗം ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നരേന്ദ്രമോദിക്കും അതുപോലെ തന്നെ NDAക്കും ഒരു ബദലായി മുന്നേറുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി ഒരു ബദൽ സഖ്യം രൂപീകരിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് പ്രതിപക്ഷ പാർട്ടികൾ. 24 അല്ല 26 പാർട്ടികൾ ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 49 നേതാക്കളാണ് ബംഗളൂരുവിൽ എത്തിയിട്ടുള്ളത്. ഇവരെ എല്ലാവരെയും സ്വാഗതം ചെയ്തിരിക്കുന്നു സിദ്ധരാമയ്യ. അതുപോലെ തന്നെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഏറ്റവും മുന്നിൽ തന്നെ ഉണ്ട്. ഏറ്റവും ആദ്യം എത്തിയതും അവർ തന്നെയാണ്. ഉച്ചയോടുകൂടി 5ഓളം മുഖ്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി എത്തിച്ചേർന്നിട്ടുണ്ട്. മറ്റൊന്ന്, ഊഷ്മളമായ സ്വീകരണം, ഹസ്തദാനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബംഗളൂരുവിൽ നടക്കുന്നുണ്ട്. പ്രതിപക്ഷ ഐക്യത്തിൻ്റെ ആദ്യ ദിനം എന്ന് പറയുന്ന ഇന്ന് തീർത്തും അനൗപചാരികമായിരുന്നു. നാളെയാണ് വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ രാജ്യം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏക സിവിൽ കോഡ് അത് തന്നെയായിരിക്കും മുഖ്യ ചർച്ചാ വിഷയം. അതുപോലെ തന്നെ സീറ്റ് വിഭജനം അടക്കമുള്ള കാര്യങ്ങളും ചർച്ചാ വിഷയമാകും. മണിപ്പൂർ സംഘർഷവും ഈ യോഗത്തിൽ ഇടം പിടിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നാളെ വൈകുന്നേരം മാധ്യമങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് പ്രതിപക്ഷ പാർട്ടികളിലെ മുൻനിര നേതാക്കളൊക്കെ തന്നെ. അതിലായിരിക്കും ഏത് തരത്തിലുള്ള ഒരു മുന്നേറ്റമാണ് BJP സർക്കാരിനെതിരെ, NDA സർക്കാരിനെതിരെ സ്വീകരിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു രൂപം നമുക്ക് ലഭിക്കുക. പ്രധാനമായും 3 അജണ്ടകളാണ് നാളെ പ്രതിപക്ഷ യോഗത്തിൽ ഉണ്ടാവുക. ഒന്ന്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ ഐക്യനിര സ്വീകരിക്കേണ്ട പൊതു മിനിമം പരിപാടിയും അതിൻ്റെ നയങ്ങളും ഒക്കെ തന്നെയാണ് ആദ്യത്തെ അജണ്ട എന്ന് പറയുന്നത്. മറ്റൊന്ന്, പ്രതിപക്ഷ ഐക്യനിരയ്ക്ക് ഒരു പേര് നൽകണോ വേണ്ടയോ എന്നതാണ് രണ്ടാമത്തെ അജണ്ട. ഇത്തരത്തിൽ 3 പ്രധാനപ്പെട്ട അജണ്ടകളാണ് ഈ 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ യോഗത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. മറ്റൊന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അതായത് യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അതുപോലെ മണിപ്പൂരിലെ കലാപ അന്തരീക്ഷവും ഒക്കെ തന്നെ ചർച്ചാ വിഷയമാകും. മറ്റൊന്ന്, ശരത് പവാർ നാളെയെ എത്തുകയുള്ളൂ എന്നുള്ളൊരു സൂചന കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അദ്ദേഹം മഹാരാഷ്ട്രയിലെ വിഷയങ്ങളുമൊക്കെ തന്നെ ഉന്നയിക്കാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ മുന്നിൽ കാണുന്നുണ്ട്. അനുജ, ശരി, വ്യക്തമാണ് ഭദ്ര. BJPക്കെതിരായ വിശാല സഖ്യത്തിനായുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ സുപ്രധാന യോഗം അല്പസമയത്തിനകം ബംഗളൂരിൽ ആരംഭിക്കും. 24 പാർട്ടികളിൽ നിന്നുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ നേതാക്കളും ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് വിവരം. സുപ്രധാന തീരുമാനങ്ങൾ യോഗത്തിലുണ്ടാവും. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ഭദ്രയാണ്.